നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള സമാപിച്ചു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ മെറിറ്റ് ഡേ VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര ഗണിത സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള സമാപിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ മേളയുടെ 2 ദിവസത്തെ പരിസമാപ്തിയോടുകൂടി സമ്മാനമേടിച്ച് പിരിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്നതിനാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ ഒരു വലിയ അവസരത്തിന് നമ്മുടെ ലോകം മുഴുവൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ ഊർജ്ജം. ആ ലോകത്തിന് മുന്നേ ഓടുന്നതിന് നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അതിമനോഹരമായ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്ന ലോകത്തിലെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രവൃത്തി പരിചയമേള കൺവീനർ PK മോഹൻ മാസ്റ്റർ, ശാസ്ത്രമേള കൺവീനർ സിന്ധു വിജി, ഗണിതശാസ്ത്രമേള കൺവീനർ CS രാജു, സാമൂഹ്യ ശാസ്ത്രമേള കൺവീനർ PB കൃഷ്ണകുമാർ, IT മേള കൺവീനർ ബിജുമോൻ തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പാൾ KH സാജൻ മാസ്റ്റർ, AEO ജയരാജൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് PB ഷാജി എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. LP വിഭാഗം ഹെഡ് മിസ്ട്രസ് CK ബേബി ടീച്ചർ സ്വാഗതവും സീനിയർ അധ്യാപിക KK അജിത ടീച്ചർ നന്ദിയും പറഞ്ഞു. വിജയികൾക്ക് CM നൌഷാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം RMVHS സ്കൂളിലെ മെറിറ്റ് ഡേ VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. യുവജനോത്സവത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതായി സ്നേഹപൂർവ്വം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സ്കൂള് ഇന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രമല്ല, ഹയർ സെക്കൻഡറി കൂടി ലഭിച്ച ഒരു വലിയ സ്കൂളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അവിടെ നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത നിരവധിയായ എൻഡോവ്മെന്റുകൾ നൽകി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന മെറിറ്റ് ഡേ കൂടി ഇവിടെ നടക്കുകയാണ്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വിദ്യാഭ്യാസ നിലവാരമാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല, അവിടെയുള്ള കുട്ടികളുടെ നിലവാരമാണ്. ഓരോ സ്കൂളുകളും അതിൻ്റെതായ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതിൻ്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്കൂൾ ക്യാമ്പസ് മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളോടുകൂടി അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും അവരുടെ ബോധ നിലവാരവും അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ് ഓരോ സ്കൂൾ ക്യാമ്പസുകളുടെയും ഉത്തരവാദിത്വം. കേവലം ഒരു സ്കൂളിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ദൈനംദിനമുള്ള ക്ലാസ് മുറികളിൽ അച്ചടക്കം മാത്രമായി പരിമിതപ്പെടുത്തേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. കലാഭവൻ രാകേഷ് സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലോഹിതാക്ഷൻ, മതിലകം SI MK രമേശ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു.
സ്കൂൾ മാനേജർ വി ജി മോഹനൻ എൻഡോവ്മെന്റ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NK അബ്ദുൽ നാസർ, വിനീത മോഹൻദാസ്, CP ഉല്ലാസ്, പ്രധാനാധ്യാപകൻ KR രാമനാഥൻ, VHSS വിഭാഗ പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, PTA പ്രസിഡന്റ് PR ജയപാലൻ, ഫാത്തിമ മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തൃപ്രയാർ ഗവൺമെന്റ് ആശുപത്രി കോമ്പൗണ്ടിൽ ആശുപത്രി ജീവനക്കാരും കാർഷിക കർമ്മസേന വൈസ് പ്രസിഡന്റ് ഷീജ കൊടപ്പുളിയും സംയുക്തമായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗീതാഗോപി MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ അധ്യക്ഷത വഹിച്ചു. 30 സെന്റിലാണ് ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PC ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ കക്കാട്ടുതറ, PR സുശീല ടീച്ചർ, രതി അനിൽകുമാർ, ശുഭ സുരേഷ്, രാജൻ വാലത്ത്, ജഗന്നിവാസൻ ഇയാനി, CL ജോയ്, ആശുപത്രി സൂപ്രണ്ട് മിനി തമ്പി, സിസ്റ്റർ രമണി തുടങ്ങിയവർ പങ്കെടുത്തു. ബേക്ക് ജില്ലാ പ്രസിഡന്റ് MK ജയപ്രകാശ് നയിക്കുന്ന ബേക്ക് എക്സ്പോ 2014 സന്ദേശയാത്രയ്ക്ക് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. പ്രസിഡന്റ് ലഹർ മുറ്റിച്ചൂർ, ജനറൽ സെക്രട്ടറി ശശി, ഷൺമുഖൻ, സൂപ്പർ ഫുഡ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി സെന്റർ, SN പുരം, കോതപറമ്പ് എന്നിവിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. പ്രദേശങ്ങളിലെ ബേക്കറി ഉടമകൾ മധുര വിതരണം നടത്തുകയും ചെയ്തു. ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടറി കിരൺ S പാലക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി നവീൻ, RM പവിത്രൻ, ബിജു ജോസ്, സുബ്രഹ്മണ്യൻ സുപ്രീം, ഹെന്നി ജോസഫ്, മറ്റ് മണ്ഡലം ഭാരവാഹികൾ, ബേക്കറി ഉടമകൾ, ബേക്കറി അനുബന്ധ വ്യവസായികൾ എന്നിവർ പങ്കെടുക്കുകയും സന്ദേശയാത്രയെ അനുഗമിക്കുകയും ചെയ്തു. ജില്ലാ CBSE കലോത്സവ വിജയികളായ ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടശ്ശേരി CSM സ്കൂളിൽ നടന്ന കലോത്സവത്തിൽ 817 പോയിന്റ് നേടിയാണ് SN വിദ്യാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിന് പ്രിൻസിപ്പാൾ EK സുഷമ, PTA പ്രസിഡന്റ് PN സുജിന്ത്, ട്രസ്റ്റ് സെക്രട്ടറി KG അശോകൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചന്ദ്രാപിന്നിയിലൂടെ നടത്തിയ ഘോഷയാത്ര സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. PTA ജോയിന്റ് സെക്രട്ടറി ബിജു വിജയൻ, PTA വൈസ് പ്രസിഡന്റ് EC സക്കീർ, വൈസ് പ്രിൻസിപ്പാൾ യാമിനി ദിലീപ് തുടങ്ങിയവരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള.